നമസ്കാരം. ഞാൻ ഡോക്ടർ ടി.എൻ. സുധാകരൻ നായർ പുനലൂർ. ഞാൻ സ്ഥിരമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടാറുണ്ട്. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ അധികരിച്ചാണ് വീഡിയോ ഇടുന്നത്. ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് മാലിഗ്നൻ്റ് ഡിസീസ് ഓഫ് സ്കിൻ. ഇന്നലെ ഞാൻ ബിനൈൻ ട്യൂമേഴ്സ് ഓഫ് ദ സ്കിൻ ഇട്ടായിരുന്നു. അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്യാൻസർ അല്ലാത്ത തൊലിപ്പുറത്ത് വരുന്ന മുഴകളെപ്പറ്റി ഇന്നലെ ഞാൻ ഇട്ടിരുന്നു. ലൈപ്പോമ, ന്യൂറോഫൈബ്രോമ എന്ന രണ്ട് അസുഖത്തെ പറ്റിയായിരിക്കും. ഇന്ന് മാലിഗ്നൻ്റ് ഡിസീസ് ഓഫ് സ്കിൻ, അതായത് പ്രധാനമായിട്ട് 3 ഉണ്ട്. മാലിഗ്നൻ്റ് മെലനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, ബേസൽ സെൽ കാർസിനോമ. ഈ 3 പറ്റിയാണ് ഇന്ന് പരാമർശം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കാർസിനോമ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാർസിനോമ എക്ടോഡ്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 3 തരത്തിലുള്ള ടിഷ്യൂസാണ്: എക്ടോഡോം, എൻഡോഡോം, മീസോഡോം. അപ്പോൾ ഈ സ്കിന്നൊക്കെ എക്ടോഡോമിൽ നിന്ന് വരുന്നതാണ്. എൻഡോഡോം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ അകവശം, ഇൻഡസ്ട്രിയൻ്റെയൊക്കെ അകം, അതാണ് എൻഡോഡോം. മീസോഡോം എന്ന് പറയുന്നത് മസിൽ, അങ്ങനെയാണ്. ആ ബോണൊക്കെ മീസോഡോമിനകത്ത് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാർസിനോമ എന്ന് പറയുന്നാൽ എക്ടോഡോമിൽ നിന്നോ എൻഡോഡോമിൽ നിന്നോ ഇറൈസ് ചെയ്യുന്ന, ഉദ്ഭവിക്കുന്ന ട്യൂമറിനെയാണ് നമ്മൾ കാർസിനോമ എന്ന് പറയുന്നത്. മീസോഡോമിൽ നിന്ന് ഉദ്ഭവിപ്പിക്കുന്നതിന് നമ്മൾ സാർക്കോമ എന്നാണ്. ഉദാഹരണം ഓസ്റ്റിയോസാർക്കോമ, ഓസ്റ്റിയോമയോസാർക്കോമ, ഫൈബ്രോസാർക്കോമ എന്നൊക്കെ പറയുന്നത്. സാർക്കോമ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത് മീസോഡോമിൽ നിന്നാണ് കൊണ്ടിരിക്കുന്നത്. കാർസിനോമ സ്റ്റൊമക്ക്, കാർസിനോമ ഈസോഫാഗസ്, കാർസിനോമ പാങ്ക്രിയാസ്, അതെല്ലാം എക്ടോഡോമിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അപ്പോൾ ഈ സ്കിന്നെന്ന് പറയുന്നത് എക്ടോഡോമാണ്. അപ്പോൾ സ്കിന്നിൽ നിന്ന് പ്രധാനമായി 3 തരത്തിലുള്ള ക്യാൻസറാണ് ഉണ്ടാകുന്നത്: സ്ക്വാമസ് സെൽ കാർസിനോമ, ബേസൽ സെൽ കാർസിനോമ ആൻഡ് മാലിഗ്നൻ്റ് മെലനോമ. ഇത് 3 ഞാൻ ഇന്നിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് സ്ക്വാമസ് സെൽ കാർസിനോമയെ പറ്റി പറയാം. സ്ക്വാമസ് സെൽ കാർസിനോമയുടെ വേറൊരു പേര് എപ്പിത്തീലിയോമ എന്നാണ്. പക്ഷേ ബേസൽ സെൽ കാർസിനോമയേക്കാൾ റെയർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്ക്വാമസ് സെൽ കാർസിനോമയാണ് കൂടുതൽ എന്നാണ് എൻ്റെ. അത് ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ള വെസ്റ്റേൺ വേൾഡിലൊക്കെ ലെസ് കോമൺ ആണ്. മാത്രമല്ല ഈ ബേസൽ സെൽ കാർസിനോമ ഇതുമായിട്ട് കുറച്ച് സിമിലാരിറ്റിയും വ്യത്യാസമുണ്ട്. സിമിലാരിറ്റി ഈ ബേസൽ സെൽ കാർസിനോമയേക്കാൾ കൂടുതൽ അഗ്രസീവാണ്, കൂടുതൽ മാലിഗ്നൻ്റാണ്. ഇത് കുറച്ചുകൂടെ റാപ്പിഡ്ലി സ്പ്രെഡിങ് ആണ്. ബേസൽ സെൽ കാർസിനോമയേക്കാൾ കുറച്ചുകൂടെ റാപ്പിഡ്ലി സ്പ്രെഡിങ് ആണ്, വേഗത്തിൽ പടരും. അതിൻ്റെ പ്രോഗ്നോസ് കുറച്ചുകൂടെ മോശമാണ്. പിന്നെ ഇത് നമുക്ക് 2 തരത്തിലുണ്ടാകും. ഒന്ന്, സാധാരണഗതിയിൽ സ്കിന്നിൽ വരുന്ന ഒരു ക്യാൻസറാണ് ഈ എപ്പിത്തീലിയം. അത് കൂടാതെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് സ്കിൻ ലീഷൻ, അതായത് ആൾറെഡി ഒരു ക്രോണിക് അൾസറുണ്ട്, ഒരുപാട് നാളായിട്ട് മാറാത്ത ഒരു അൾസറുണ്ട്. അങ്ങനെയാണ് റേഡിയേഷൻ, നമ്മളെ സ്കിന്നിലൊക്കെ റേഡിയേഷൻ. പിന്നെ കെമിക്കൽസിൻ്റെ പ്രൊലോങ്ഡ് എക്സ്പോഷർ, അതായത് ഒരുപാട് നാളുകൊണ്ടൊരു പ്രഷർ. ഇപ്പോൾ കാൻഗ്രി ക്യാൻസർ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവരത് ഈ കാശ്മീരിലുള്ള ആളുടെ ഈ കോൾ കൽക്കരിയിട്ട് തീയെത്തിച്ച് അതിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഇറിറ്റേഷൻ. പിന്നെ കെമിക്കൽസ്, ടാറിൻ്റെ ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നീട് ഈ ഡൈ, ഹെയർ ഡൈ പോലത്തെ ഡൈ ഉപയോഗിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരാം സ്ക്വാമസ് സെൽ കാർസിനോമ. അപ്പോൾ ചില പ്രീ മാലിഗ്നൻ്റ് കണ്ടീഷനുണ്ട്. പ്രീ മാലിഗ്നൻ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ തൽക്കാലം കാണുമ്പം മാലിഗ്നൻ്റ് അല്ല, പക്ഷേ ഭാവിയിൽ അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉള്ളതാണ്. ഒന്ന്, ബോവൻസ് ഡിസീസ്. ബോവൻസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അതായത് വെരി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഇൻഡുറേഷൻ, ഒരു സ്കിന്നിൽ വരുന്ന ഒരു തടിപ്പാണ് ഈ ബോവൻസ് ഡിസീസ്. അത് ഭാവിയിൽ മാലിഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പേജസ് ഡിസീസ് ഓഫ് ദ നിപ്പിൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ നിപ്പിളിൽ കാണുന്ന ഒരു ചെറിയ വ്രണമാണ്, പക്ഷേ അത് ഒരു അണ്ടർലൈൻ, അതായത് അതിൻ്റെ അടിവശത്ത് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. അതൊരു പ്രീ ക്യാൻസർ കണ്ടീഷനാണ്. ല്യൂക്കോപ്ലേക്കിയ, നമ്മുടെ വായ്ക്കകത്തും ഒക്കെ വെളുത്ത പാട് വരും. ല്യൂക്കോപ്ലേക്കിയ, ല്യൂക്കോ എന്ന് വെച്ചാൽ വെളുത്തയാണ്, അത് ഭാവിയിൽ വായിലെ ക്യാൻസറാണ് സാധ്യത. സോളാർ കെരറ്റോസിസ്, ഒരുപാട് ചൂട്, അതായത് സൂര്യപ്രകാശം ഒരുപാട് അടിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് സോളാർ കെരറ്റോസിസ്. അതും ഭാവിയിൽ മാലിഗ്നൻ്റെന്ന് വെച്ചാൽ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ റേഡിയേഷൻ ഡെർമറ്റൈറ്റിസ്, എന്തെങ്കിലും കാരണവശാൽ റേഡിയേഷൻ എടുത്ത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണ് റേഡിയേഷൻ എടുത്ത്, അപ്പോൾ ആ സ്കിന്നിൽ ചിലപ്പോൾ ആ റേഡിയേഷൻ കൊണ്ടുള്ള ഡെർമറ്റൈറ്റിസ് വരും. അത് ഭാവിയിൽ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രോണിക് സ്കാർസ്, അതായത് ഭയങ്കരമായ തഴമ്പ്, വലിയ തഴമ്പുകൾ ഒരുപാട് നാൾ
കഴിയുമ്പം അതിനകത്ത് മാലിഗ്നൻ്റ് ഇരിക്കുന്ന സാധനം. ഈ 6 എണ്ണമാണ് പ്രീ മാലിഗ്നൻ്റ് കണ്ടീഷൻസ്. ഇനി നമുക്ക് എപ്പിത്തീലിയം എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഒരു ഇറഗുലർ ഔട്ട്ലൈനാണ്. ഇറഗുലർ ഔട്ട്ലൈനായിട്ടുള്ള ഒരു വ്രണം എന്ന് പറഞ്ഞാൽ അൾസർ. ഞാൻ ഇനി അൾസർ എന്ന് പറയും, എപ്പോഴും വ്രണം എന്ന് പറഞ്ഞത് പറയാം. ഇനിയുള്ള എൻ്റെ ടോപ്പിൽ അൾസർ എന്ന് പറയും. അൾസർ എന്ന് വെച്ചാൽ വ്രണമാണ്. അപ്പം ഇറഗുലർ അൾസർ, അതിൻ്റെ എഡ്ജസ് റേസ്ഡ് ആയിരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ ഈ കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്ന ഈ അൾസർ, അതിൻ്റെ സൈഡെല്ലാം പൊങ്ങിയിരിക്കും. അതിന് ഇവേർട്ടഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, അകത്തോട്ടുള്ള വെളിയിലോട്ട് ആയിട്ടിരിക്കും. അതാണ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ടിരിക്കും, ഇവേർട്ടഡ് എന്ന് പറഞ്ഞാൽ വെളിയിലോട്ടിരിക്കും. അതിൻ്റെ അടിയിൽ നമ്മൾ ആ സ്കിന്നിൻ്റെ ഈ പൾസറിൻ്റെ, അതായത് ആ വ്രണത്തിൻ്റെ അടി തൊട്ട് നോക്കിയാൽ അത് നമ്മൾ ഗ്ലൗസ് വല്ലതും ഇട്ട് ഒന്ന് അമർത്തി നോക്കിയാൽ അത് അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. മാത്രമല്ല അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയാൽ മനസ്സിലാവും അത് ഡീപ്പർ സ്ട്രക്ചേഴ്സിൽ അറ്റാച്ച്ഡാണ്, അതായത് അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് എപ്പോഴും ഒരു ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് വരും. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഒരു ചലം പോലെ ഒലിക്കും, അത് രക്തത്തിൻ്റെ മയമുള്ള ഒരു ചലം ഒലിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഇപ്പോൾ കാലിലാണെങ്കിൽ ആ കടല തുടയുടെ ഭാഗത്തുള്ള കടലയ്ക്ക് വീക്കം വരും, കയ്യിലാണെങ്കിൽ കക്ഷത്തുള്ള കടലയ്ക്ക് വീക്കം വരും. പിന്നെ അതിനകത്ത് കുറച്ച് കാലം കഴിയുമ്പോൾ സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ, ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇതാണ് എപ്പിത്തീലിയം. അപ്പം എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു ക്രോണിക് അൾസർ, ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലമായിട്ട് മാറാത്ത ഒരു അൾസർ, ഒരു വ്രണമാണെങ്കിൽ നമ്മളതിനകത്ത് ബയോപ്സി എടുത്ത് നോക്കി അത് എപ്പിത്തീലിയം അല്ല, സ്ക്വാമസ് സെൽ കാർസിനോമ അല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇനി ബയോപ്സി എടുത്ത് വെക്കാം. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എഡ്ജ് എടുത്ത് ബയോപ്സിക്ക് എടുത്ത് കൊടുത്താൽ അത് പരിശോധിച്ച് ആ ബയോപ്സി റിപ്പോർട്ട് എപ്പിത്തീലിയമാണ്. കാര്യം ബയോപ്സി എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലും കാരണവശാൽ എപ്പിത്തീലിയമാണ്, നമ്മൾ ചെറിയ ബയോപ്സി എടുത്താൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യും. അത് വൈഡ് ലോക്കൽ എക്സിസ്റ്റാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം ആദ്യം ആ അൾസറിൻ്റെ എഡ്ജിൽ നിന്നും അൾസറിൽ നിന്ന് ഒരല്പം ടിഷ്യൂ വെട്ടിയെടുത്ത് ബയോപ്സിക്ക് അയക്കുക. എന്നിട്ട് എപ്പിത്തീലിയം വേണമെന്ന് ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ വലുതായിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഒരു നല്ലൊരു വൈഡ് മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് അതിൻ്റെ സമീപത്തുള്ള ടിഷ്യൂസുകളെ എടുത്തിട്ട് ചെയ്യണം. വൈഡ് ലോക്കൽ എക്സിസ്റ്റുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പം സ്കിൻ തയ്ക്കാൻ എത്താത്തതുകൊണ്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യണം. ഒന്നുകിൽ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെഡിക്കിൾ ഗ്രാഫ്റ്റ്. പെഡിക്കിൾ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദൂരെ നിന്ന് മാറി സ്കിന്നിൻ്റെ അടിയിലുള്ള സ്ട്രക്ചേഴ്സും എല്ലാം കൂടെ എടുത്തിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്യത്തില്ല, അതിൻ്റെ ആ പ്രോക്സിമൽ പോണം വെച്ചേക്കും ഒരു പെഡിക്കിൾ പോലെ ചെയ്ത്, അപ്പം ബ്ലഡ് സപ്ലൈ കിട്ടും. വെറും സ്കിൻ ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ സ്കിന്ന് മാത്രം ഇങ്ങനെ ചുരണ്ടി എടുത്ത് വെക്കുന്നതാണ്. അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് ഈ പെഡിക്കിൾ ഗ്രാഫ്റ്റ്. അത് കഴിയുമ്പോൾ മിക്കവാറും പേഷ്യൻസിന് ഈ കാലിലൊക്കെ ആണെങ്കിൽ കടല കാണും. ആ കടലയാണെങ്കിൽ അതെല്ലാം എടുത്ത് കളയണം. അതിന് ബ്ലോക്ക് ഡിസെക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഇൻക്വൈനൽ റിയലിലാണെങ്കിൽ ഇൻക്വൈനൽ ഗ്ലാൻസ് മൊത്തം എടുത്ത് കളയണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് റേഡിയേഷൻ കൊടുക്കാം. പിന്നീട് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ബ്ലോക്ക് ഡിസെക്ഷൻ ചെയ്യാൻ അസൗകര്യമാണ്, പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ അത് ഡീപ്പർ സ്ട്രക്ചേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, നമുക്ക് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ നമുക്ക് പിന്നീട് ഡ്രഗ്സ് കൊടുക്കാം. സൈറ്റോടോക്സിക്, എൻഡോസൾഫാൻ അങ്ങനെയൊക്കെയുള്ള ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് കൊടുക്കാം. പിന്നെ ഈ സ്കിന്നിൻ്റെ ഏത് ഭാഗത്തുനിന്നോ വരാം. ചിലപ്പോൾ ഇത് മലദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് വന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ വലിയ പാടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റേഡിയോ തെറാപ്പി കൊടുക്കാം, ഈ മരുന്നുകൾ കൊടുക്കാം. ഇത്രയാണ് സ്ക്വാമസ് സെൽ കാർസിനോമയെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് ബേസൽ സെൽ കാർസിനോമ അല്ലെങ്കിൽ റോഡൻ്റ് അൾസർ. ഇത് നമ്മുടെ അടുത്ത ആ അൾസറിൻ്റെ ഭാഗത്തുള്ള അങ്ങോട്ടൊക്കെ തുരന്ന് പോകുന്നതുകൊണ്ടാണ് റോഡൻ്റ് അൾസർ എന്ന് പറയുന്നത്. അതും ക്യാൻസറാണ്. അത് വളരെ കോമണാണ്. വെസ്റ്റേൺ കൺട്രീസിൽ ഈ വൈറ്റ് സ്കിൻ്റെ പീപ്പിളിലാണ് ഈ കൂടുതൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. അത് ലോ ഗ്രേഡ് മാലിഗ്നൻസിയാണ്. മറ്റേ എപ്പിത്തീലിയോമയുടെ അത്ര സിവിയർ അല്ല. അപ്പം വൈറ്റ് സ്കിൻ്റെ എന്നുവെച്ചാൽ സായിപ്പന്മാർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. അവർ കൂടുതലായിട്ട് സൂര്യപ്രകാശം കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വൈറ്റ് സ്കിൻ്റെ പീപ്പിൾ, അതായത് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ. കാര്യം അവരെല്ലാം കുടിയേറി പാർത്ത സായിപ്പന്മാരാണ് ഓസ്ട്രേലിയയിൽ. പക്ഷേ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഇനി 90% വരുന്നത് ഫേസിലാണ്. അതായത് നമ്മുടെ ഈ ആംഗിൾ ഓഫ് ദ മൗത്ത് ഇവിടെയാണ്. ഇവിടെ തൊട്ട് ഈ ചെവി വരെ ഒരു വര വരയ്ക്കണം. വര വരച്ചാൽ അതിൻ്റെ മുകളിലായിരിക്കും ഈ ബേസൽ സെൽ കാർസിനോമ ടിപ്പിക്കുന്നത്. ഇയർ ലോബ് തൊട്ട് കോർണർ ഓഫ് ദ മൗത്ത് വരെ. ഇയർ ലോബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ചെവി. ഈ ചെവി എവിടെ തൊട്ട് നമ്മളെ കോർണർ ഓഫ് ദ മൗത്ത് എന്ന് ഇവിടെയാണ്. ഇവിടെ ഞാൻ വര വരയ്ക്കണം. ആ വരയുടെ മുകളിലായിരിക്കും സാധാരണ യൂഷ്വൽ സൈറ്റ്. ഇനി ചിലപ്പോൾ കണ്ണിൻ്റെ താഴ്വശം, ക്യാന്തസിനോടെ കണ്ണിൻ്റെ താഴ്വശത്ത് വരും. ഇനി ഈ ലീഷൻ എന്ന് പറഞ്ഞാൽ, ലീഷൻ എന്ന് വെച്ചാൽ ആ അസുഖത്തിൻ്റെ പേരിനെയാണ് നമ്മൾ സ്കിന്നിൽ വരുന്ന അസുഖത്തിനെയാണ് നമ്മൾ ലീഷൻ എന്ന് പറയുന്നത്. ആ ലീഷൻ
അൾസറേറ്റഡ് ആയിരിക്കും വ്രണം. അതുകൊണ്ടാണ് ഇതിനെ റോഡൻ്റ് അൾസർ എന്ന് പറയുന്നത്. ഒരു നോഡുലാർ അപ്പിയറൻസും വരാം, ചിലപ്പോൾ ഒരു മുഴ പോലെയും വരാം, നോഡ്യൂൾ പോലെ നോഡുലാർ അപ്പിയറൻസ് വരാം, വ്രണമായിട്ടും വരാം. അപ്പം അതിൻ്റെ കളർ കാണാം. നോഡുലാർ അപ്പിയറൻസ് ആണെങ്കിൽ നോഡ്യൂൾ പോലെ ഇരിക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. അതിനകത്ത് പിന്നീട് രക്തക്കൊള്ളികൾ കാണും. രക്തക്കൊള്ളികളും റെഡ് ബ്ലഡ് വെസൽസ് കാണും നമ്മുടെ സർഫസ്. അത് ചുമ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായത് സാധാരണ അല്ല, ഇതുവല്ല ക്യാൻസർ വല്ല ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു സാധാരണക്കാരനെ പോലെ തോന്നും. പിന്നെ ഫീൽഡ് ഫയർ എന്ന് പറഞ്ഞൊരു ടൈപ്പുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പിന്നെ ഈ അൾസറാണ് പ്രധാനമായിട്ടുള്ളത്. നോഡുലാർ ടൈപ്പിനേക്കാൾ കൂടുതൽ അൾസർ അത് വെള്ളമാണ് വരുന്നത്. അതിൻ്റെ പേര് റോൾഡ് ഔട്ട് എഡ്ജാണ്. റോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് നമ്മൾ പഞ്ചർ ഔട്ട് പോലത്തെയാണ്. റോൾഡ് ഔട്ട് റേസ്ഡ് എഡ്ജാണ്. ഒരു ടയറുണ്ടല്ലോ, ടയർ നമ്മളെ മോട്ടോർ കാറിൻ്റെ ടയർ പോലെ റിട്രീഡ് ചെയ്ത ടയർ കിട്ടുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ആയിരിക്കും അൾസർ. അതാണ് റോൾഡ് എഡ്ജ് ടയർ. നടുക്കായിരിക്കും അൾസറേഷൻ. പിന്നീട് അതിന് സെക്കൻഡറി ആയിട്ട് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ ബ്ലീഡ് ചെയ്യും. അത് വളരെ സ്ലോ ഗ്രോയിങ് ആണ്. അത് ഈ റോഡൻ്റ് അൾസർ അത് ഡീപ്പർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ സ്കിന്നിലാണെങ്കിൽ സർക്യൂട്ട് ചെയ്യുന്ന ടിഷ്യൂ, മസിൽസ്, ബോൺ വരെ ഭാഗങ്ങൾ അൾസർ താഴോട്ട് സ്പ്രെഡ് ചെയ്യും. കാർട്ടിലേജ്, ബോൺ, മസിൽസിലെല്ലാം ബാധിക്കും. ബോണിൻ്റെ അതുവരെ പോകും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ലിംഫിനോട് കാണത്തില്ല. സ്ക്വാമസ് സെൽ കാർസിനോമാണെങ്കിൽ ലിംഫാറ്റിക് സ്പ്രെഡ് ഉണ്ടെന്ന് ഞാൻ പറയും. ഇതിനകത്ത് ലിംഫാറ്റിക് സ്പ്രെഡും ഇല്ല, ബ്ലഡ് സ്ട്രീം സ്പ്രെഡും ഇല്ല, സറൗണ്ടിങ്ങിലോട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് സ്ക്വാമസ് സെൽ കാർസിനോമ ആവാൻ സാധ്യതയുണ്ട്. ബേസൽ സെൽ കാർസിനോമ ലെസ് മാലിഗ്നൻ്റ് ആണ്, മറ്റേതത്ര അഗ്രസീവ് അല്ല. ഇത് ലിംഫാറ്റിക് സ്പ്രെഡ് ഇല്ല, ബ്ലഡ് സ്ട്രീം സ്പ്രെഡ് വളരെ റെയറാണ്. പക്ഷേ കുറേ നാൾ നമ്മൾ ചികിത്സിക്കാതിരുന്നാൽ ഇത് വീണ്ടും സ്ക്വാമസ് സെൽ കാർസിനോമ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ബയോപ്സി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ നോക്കുമ്പം ഡാർക്ക്ലി സ്റ്റെയിനിങ് സെൽസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് അറേഞ്ച്മെൻറ്റ്. അതായത് ഇത് കണ്ടാൽ തന്നെ ഈ പത്തോളജിസ്റ്റിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഡാർക്ക്ലി സ്റ്റെയിനിങ് സെൽസാണ്. പിന്നീട് ഔട്ടർ ലെയർ കോളംനാർ സെൽസ് ആയിരിക്കും, കോളംനാർ എപ്പിത്തീലിയം, സെൻട്രൽ മാസ് ഓഫ് പോളിഹീഡ്രൽ സെൽസ്. അങ്ങനെ പത്തോളജിക്കൽ അപ്പിയറൻസ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബേസൽ സെൽ കാർസിനോമ. അപ്പം നമ്മൾ ഏതൊരു അൾസർ ഒരുപാട് നാളായിട്ട് നമ്മൾ വെള്ളം മാറാതെ നിൽക്കുന്ന വെള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബയോപ്സി എടുത്തായിരിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്. അതിന് വൈഡ് ലോക്കൽ എക്സിഷൻ. ഒരു 1 മില്ലിമീറ്ററുള്ള ലീഷനാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ വൈഡിലെടുക്കണം. 10 ഇരട്ടി. അപ്പോൾ 5 മില്ലിമീറ്റർ വലിപ്പമുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള സ്കിന്നെടുത്ത് മാറ്റും, സ്കിന്നോട് കൂട്ടി എടുക്കണം. എന്നിട്ട് റേഡിയോ തെറാപ്പി ചെയ്യും. പിന്നെ ഈ കാർട്ടിലേജ്, മൂക്കിൻ്റെ കാർട്ടിലേജ് വരാം. മൂക്കിൻ്റെ ഭാഗത്ത്, ചെവിയുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഇത് വരും. ഞാൻ പറഞ്ഞല്ലോ ഈ ലൈനിന് മുകളിലാണ്. അപ്പോൾ ഈ മൂക്കിൻ്റെ ഈ കാർട്ടിലേജ്, ഈ പാലം, പിന്നെ ഈ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെവിയിലെ ഇയർ ലോക്ക്, അതിൻ്റെ അകത്തൊരു കാർട്ടിലേജ് ഉണ്ട്. അതിനെയൊക്കെ ബാധിച്ചാൽ വൈഡ് ലോക്കൽ എക്സിഷൻ ആൻഡ് ഗ്രാഫ്റ്റ് സർജറി തന്നെ ചെയ്യും. അതല്ല ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാത്ത റേഡിയോ തെറാപ്പി ചെയ്യും. ഇതാണ് ഈ പറഞ്ഞ ബേസൽ സെൽ കാർസിനോമ അല്ലെങ്കിൽ റോഡൻ്റ് അൾസർ. അപ്പോൾ സ്കിന്നിൽ വരുന്ന ഒരു മാലിഗ്നൻസിയാണ്, മറ്റേതിൻ്റെ അത്ര സീരിയസ്. ഈ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള വേറൊരു കണ്ടീഷനുണ്ട്, മാലിഗ്നൻ്റ് മെലനോമ. അതായത് മോളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. നമ്മുടെ ശരീരത്തിൽ കറുത്ത പുള്ളിയാണോ അല്ലെ ബ്ലാക്ക് മോൾ ഓൺ ദ റൈറ്റ് ചീക്ക്, അതൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എടുക്കും. അല്ലെങ്കിൽ ബ്ലാക്ക് മോൾ ഓൺ ദ ഫോർഹെഡ്. ആ മോളെന്ന് പറയുന്നത് കൊച്ചുനാൾ തൊട്ടേ ഉള്ളതാണ്, അതൊരിക്കലും മാറത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട്. അങ്ങനത്തെ മോള് വലുതാവുകയും അതിനകത്ത് ബ്ലീഡിങ് വരികയും അതിനകത്ത് ചൊറിച്ചിൽ വരികയും അൾസർ വരികയൊക്കെ ചെയ്താൽ അത് മാലിഗ്നൻ മെലനോമയുടെ ലക്ഷണമാണെന്ന് സംശയിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഇതിൻ്റെ ഇറ്റിയോളജി പറയുന്നത് ഒന്ന്, ഇതും ഫെയർ സ്കിന്നിലുള്ള ആൾക്കാരെ വരുന്നത്. അല്ല, എൻ്റെ ഒരു ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മയുടെ കാലിൽ തള്ള വേണ്ട ഒരു നാൾ പഴുത്ത് കുറേ നാൾ മരുന്നൊക്കെ വെച്ചിട്ട് കുറയുന്നില്ല. അവസാനം നമ്മൾ ബയോപ്സി എടുത്ത് നോക്കിയപ്പം അത് മാലിഗ്നൻ മെലനോമ മനസ്സിലായി. അത് കഴിഞ്ഞൊരു 1-2 മാസം കഴിഞ്ഞപ്പോൾ അവർ സെക്കൻഡറീസിൻ്റെ ബ്രെയിൻ വന്ന് മരിച്ചുപോയി. വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം. ശരിക്കും പറഞ്ഞാൽ കാലിൻ്റെ തള്ളവിരലിൽ ഒരു മാലിഗ്നൻ മെലനോമ, ആ കാല് ആംപ്യൂട്ടേറ്റ് ചെയ്ത് കളയണം.
ഇപ്പോൾ പ്രായമായ സ്ത്രീ ആയിട്ട് നമ്മൾ വിചാരിച്ച അത്രയും കാലം ആംബുട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വല്ല 5-6 മാസമേ ജീവിച്ചിരിക്കും. അപ്പോൾ കാലില്ലാതെ 5-6 മാസം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഉള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. കാലിൻ്റെ തള്ളവെള്ളിലൊരു ഒരു വ്രണമുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് ആംബുട്ടേഷൻ ചെയ്യാൻ പോയില്ല. അവർ 2 മാസം കഴിഞ്ഞപ്പോൾ ബ്രെയിനിൻ്റെ സെക്കൻഡറി ഷുഗർ. അപ്പം ഒരു സാധാരണ ഒരു മോള് എല്ലാവർക്കും ശരീരത്തിൽ 5, 6, 10 മോളുകൾ. അത് എപ്പോഴാണത് മാലിഗ്നൻസി നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, അത് എൻലാർജ് ചെയ്യും, സൈസ് വലുതാകും. അപ്പം മൂക്കിനകത്തൊരു കറുപ്പുണ്ട്, അല്ലെങ്കിൽ കാക്കപ്പുള്ളി കവിളിലുണ്ട്, അത് വലുതാകും. അതിനകത്ത് ചൊറിച്ചിൽ വരുന്നു, അതിനകത്ത് ഡിസ്ചാർജ് വരുന്നു. പിന്നെ ആ പിഗ്മെൻറ്റേഷൻ കുറേ കൂടെ കറുത്ത് ഡീപ്പായിരുന്നു. അതിൻ്റെ 4 ഇറ്റം ഒരു ഹാലോ പോലെ ഉണ്ടാകും. ഇതെല്ലാം ഈ മാലിഗ്നൻസി ആയതിൻ്റെ ലക്ഷണങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അത് ആദ്യമൊന്നും അത് മോളുണ്ടായിരുന്ന എത്രയോ വർഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്നത് വലുതാവാൻ തുടങ്ങി. അതിനകത്ത് ചൊറിച്ചിൽ വരുന്നു, അതിനകത്ത് ചൊറിയുമ്പോൾ വെള്ളം പോലെ ഒരു ചലം വരുന്നു, അത് ബ്ലഡ് സ്റ്റെയിൻഡ് ആവാം. പിന്നെ അത് ചിലപ്പോൾ അതിനകത്ത് സ്കാബ് വന്ന് മൂടും, പൊരിക്ക വന്ന് മൂടും, വീണ്ടും ആ പൊരിക്ക ഇളക്കുമ്പോൾ വീണ്ടും അൾസറാവും. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഡീപ്പ് പിഗ്മെൻറ്റേഷൻ കാണും. ഈ പിഗ്മെൻറ്റേഷൻ കറുപ്പാണ്, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ കറുപ്പ് കാണും. അപ്പോൾ ഒരു ഹാലോ കാണും. ഹാലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ പടവും ശ്രീബുദ്ധൻ്റെ പടത്തിൻ്റെയൊക്കെ തലേര ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, അതാണ് ഹാലോ. ഇനി സാധാരണ കൊച്ചുനാളിലാണ് ഈ കറുത്ത പുള്ളി വരുന്നത്. പ്രായമായി കഴിഞ്ഞാൽ ചില പെട്ടെന്നൊരു കറുത്ത പുള്ളി വരികയും അത് ഭയങ്കരമായിട്ട് സൈസ് വലുതാവുകയും ചെയ്താൽ നമ്മൾ മാലിഗ്നൻ്റ് മെലനോമ സസ്പെക്ട് ചെയ്യും. ഇനി യാതൊക്കെ സൈറ്റിലാണ് വെള്ളം നോക്കാം. അപ്പം ചിലപ്പം റാപ്പിഡ്ലി ഗ്രോയിങ് ഫ്ലഷി അൾസറേറ്റഡ് സ്കിൻ ട്യൂമർ ടിപ്പിലേക്ക് മാലിഗ്നൻ്റ്, അതായത് ഒരു അൾസർ തന്നെ അങ്ങ് വരിക, ഒരു കറുത്ത കളറിലുള്ള ഒരു അൾസർ എന്നിട്ട് അതങ്ങ് പെട്ടെന്ന് വലുതാവുക, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുക. ഇനി വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ മാലിഗ്നനും ഈ മെലനോമ എന്ന് പറഞ്ഞാൽ മെലനിൻ സെൽസാണ് നമ്മുടെ ശരീരത്തിലെ ഈ കറുപ്പ് പിഗ്മെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മെലനിൻ പിഗ്മെൻറ്റിൻ്റെ അനിയന്ത്രിതമായ സെൽ ഡിവിഷൻ കൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഈ കറുത്ത കളറിന് പകരം വെളുത്ത കളറിനും ആവാം. അതായത് നമ്മൾ മെലനോട്ടിക് മെലനോമ എന്ന് പറയും. എന്നുവെച്ചാൽ മെലാനിൻ പിഗ്മെൻറ്റ് ഇല്ലാതെയും മെലനോമ ഉണ്ടാകും. സാധാരണ സ്ത്രീകൾക്കാണെങ്കിൽ കാലിലാണ് വരുന്നത്. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനും കാലിലാണ്. ആണുങ്ങൾക്കാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഈ കഴുത്ത് തൊട്ട് ഈ വയറ് മൊത്തമാണ് ട്രങ്ക്, അതിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ വരാം. ആഫ്രിക്കയിലുള്ള നീഗ്രോസിനൊക്കെ ആണെങ്കിൽ കാലിൻ്റെ പാദത്തിലാണ് വരുന്നത്. പിന്നീട് ഇത് കൂടാതെ നമ്മുടെ കണ്ണിനകത്ത് വരാം, കോറോയിഡിൽ വരാം, തലച്ചോറിനകത്ത് മെനിഞ്ചസിന് വരാം, മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വരാം, അങ്ങനെ എവിടെ വേണോ വരാം. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന വേറെ 1-2-3-4 കണ്ടീഷനുകൾ ഈ മാലിഗ്നൻ്റ് മെലനോമ പോലെ ഇരിക്കും. ഒന്ന് ഹിസ്റ്റിയോസൈറ്റോമ, അത് വേറെ അസുഖം. പിഗ്മെൻറ്റഡ് ബേസൽ സെൽ കാഴ്ച, ഞാൻ നേരത്തെ പറഞ്ഞ ബേസൽ സെൽ കാഴ്ചനോമയിൽ ചിലപ്പോൾ കറുത്ത കളറാണ്. അത് ബയോപ്സി ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇത് ബേസൽ സെൽ കാഴ്ചനോമയാണോ മെലനോമയാണോ. കാവേർണസ് ഹീമാൻജിയോമ എന്ന് പറഞ്ഞാൽ ഈ വെയിനിൽ ഉള്ള ഹീമാൻജിയോമ ഞാൻ ഇനി ഒരു ദിവസം ഇടാം. സ്കിന്നിൽ വരുന്ന ഒരു രക്തക്കുഴലിൽ നിന്ന് വരുന്ന ട്യൂമറാണ് അത്. ക്യാപ്പിലറി ഹീമാൻജിയോമയുടെ കാവേർണസിൻ്റെ വെയിനിൽ നിന്ന് വരുന്ന ഹീമ, അത് ചിലപ്പോൾ ബ്ലൂയിഷ് കളറായിരിക്കും, അത് നമുക്ക് കറുപ്പാണെന്ന് തോന്നും. പിന്നെ ബ്ലൂ നീവസ്, ഈ ബ്ലാക്ക് മോളിന് പകരം നീല കളറിലുള്ള ഈ നീവസ് എന്ന് വെച്ചാൽ ഈ മോൾ പോലത്തെ വന്നാലും നമുക്ക് സംശയിക്കാം. ഇനി ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ലോക്കൽ സ്പ്രെഡ് ഉണ്ട്, അതായത് അടുത്ത് കാലിലേക്കാണ്, അടുത്ത ഭാഗത്തോട്ട് ഇത് വ്യാപിക്കും. മാത്രമല്ല ലിംഫ് നോഡ്സ് വഴി ലിംഫാറ്റിക്സ് വഴി ബാധിച്ചത് ലിംഫ് നോഡിനെ എഫക്റ്റ് ചെയ്യും. ബ്ലഡ് സ്ട്രീം വഴി ബാധിച്ച് ശരീരത്തിലെ നാനാഭാഗത്തും, ഉദാഹരണം ലങ്സ്, ശ്വാസകോശങ്ങൾ, ലിവർ അല്ലെങ്കിൽ കരൾ, ബ്രെയിൻ, പിന്നെ ബ്രസ്റ്റിലോട്ട് പോവാം, ഹാർട്ടിലോട്ട് പോവാം, അതിൻ്റെ സ്മാൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകാം. അങ്ങനെ ലോക്കൽ സ്പ്രെഡുണ്ട്, ലിംഫാറ്റിക് സ്പ്രെഡുണ്ട്, ബ്ലഡ് സ്ട്രീം സ്പ്രെഡുണ്ട്. അങ്ങനെ വളരെ ദോഷം ചെയ്യുന്ന ഒരു അസുഖമാണ് മാലിഗ്നൻ്റ്. പിന്നെ വിസറ എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചയുടെ ഓർഗൻസിനെയൊക്കെ ബാക്കിയാൽ യൂറിൻ്റെ കളർ തന്നെ കറുത്ത കളറാണ്. അതിന് നമ്മൾ മെലനൂറിയ എന്ന് പറയും.
പിന്നെ ഇതിന് സ്റ്റേജിങ് ഉണ്ട്. അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ട്യൂമർ, ഇത് മുഴ മാത്രമേ ഉള്ളൂ, ലിംഫിനോടൊന്നുമില്ല. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ട്യൂമർ കൊണ്ട് ലിംഫിനോട് ഇൻവോൾവ്മെൻറ്റ്. മൂന്നാമത്തതാണ് ഡിസ്മിനേറ്റഡ്, എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോഗ്നോസ് 70% ആളുകളും സ്റ്റേജ് 1 അതായത് ട്യൂമർ മാത്രമേ ഉള്ളൂ, വേറെ ശരീരത്തിലെങ്കിൽ സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ 70% ആളുകൾ 5 കൊല്ലം ജീവിച്ചിരിക്കും. സെക്കൻഡ് സ്റ്റേജ് അതായത് ലിംഫിനോടും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജാണ് 25% ആളുകളെ 5 കൊല്ലം ജീവിച്ചിരിക്കും. സ്റ്റേജ് 3 അതായത് ഡിസ്മിനേറ്റഡായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷമേ ജീവിച്ചിരിക്കത്തുള്ളൂ, അതും 1 വർഷത്തിന് താഴെയുള്ള ആയുസ്. ഇനി ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. ഇതിൻ്റെ പ്രത്യേകിച്ച് റേഡിയോ റെസിസ്റ്റൻ്റാണ്. റേഡിയേഷൻ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. നോ റോൾ ഫോർ റേഡിയോതെറാപ്പി. അപ്പോൾ സർജിക്കൽ എക്സിഷൻ തന്നെ ചെയ്യണം. അതായത് നമ്മൾ വലിയൊരു ഓപ്പറേഷൻ പോലെ ചെയ്ത് എടുത്ത് കളഞ്ഞിട്ട് ആ ഭാഗത്ത് സ്കിൻ ഗ്രാഫ്റ്റ് പിടിപ്പിക്കണം. എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ സൈസുള്ള ഒരു മോളാണെങ്കിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലെടുക്കണം. വൈഡ് എക്സിഷൻ എന്ന് വെച്ചാൽ അത്രയും ഭാഗത്തെ സ്കിന്നും കൂടെ എടുത്ത് കളഞ്ഞിട്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യും. ഇനി സംശയമുണ്ട്, നമുക്ക് മാലിക്കൽ മെല്ലോമാണ് സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ലോക്കൽ ബയോപ്സി ചെയ്യണം. എക്സിഷൻ ബയോപ്സി ചെയ്ത് അത് പോസിറ്റീവാണെങ്കിൽ വീണ്ടും 2ാമത് ഓപ്പറേഷൻ ചെയ്യണം. ഇനി ഒരു മോളും നമ്മൾ കോട്ടറൈസ് ചെയ്യാൻ പാടില്ല. ഈ സ്കിൻ ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ കോട്ടറൈസ് ചെയ്യാൻ പാടില്ല. കാര്യം ഈ കോട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബയോപ്സി ഒന്നും ചെയ്ത് അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ അനാറ്റമിയൊക്കെ അങ്ങ് പോകും. പിന്നെ അൾസറേറ്റാവും, വലിയ കൊണസ്റ്റാവും. പിന്നെ സബ് അങ്കുൽ, ഈ കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ വരാൻ സാധ്യത. അതാണ് സബ് അങ്കുൽ. പക്ഷെ പറഞ്ഞാൽ കാല് ആംപ്യൂട്ടേറ്റ് ചെയ്ത് പറയണം. കണ്ണിനകത്ത് വരാൻ സാധ്യതയുണ്ട് കോറോയിഡ്, അതാണ് റേഡിയോ തെറാപ്പിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ വായ്ക്കകത്ത് വരാം, ടങ്ങിൽ വരാം, ഏനൽ കനാലിൽ വരാം. അതിൻ്റെ എല്ലാം പ്രോഗ്നോസ് വളരെ മോശമാണ്. ഇനി ട്രീറ്റ്മെൻറ്റിൽ ലിംഫിനോഡ് ഉണ്ടെങ്കിൽ അത് റാഡിക്കൽ ഡിസെക്ഷൻ ചെയ്യണം. കംപ്ലീറ്റ് ലിംഫിനോഡ് എടുത്ത് കളയണം. അതർ ട്രീറ്റ്മെൻറ്റ് സൈറ്റോടോക്സിക് ഏജൻസ് ഉണ്ട്, എൻഡോസൾഫാൻ പോലത്തെ മരുന്നുകൾ കൊടുക്കണം. പിന്നെ കോറോയിഡ് അവത്തെ ഐയിലാണ് ഈ മാലിക്കലുമെല്ലാം വരുന്നതെങ്കിൽ കംപ്ലൈൻറ്റ് ബ്ലറിങ് ഓഫ് വിഷൻ ആയിരിക്കും പേഷ്യൻസിന്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്യൂക്ലിയേഷൻ ഓഫ് ദി ഐയാണ് കോറോയിഡിൽ വരുന്നത്. കോറോയിഡ് പ്രൊസസ്സിൽ ഈ അസുഖം വന്ന മാലിക്കലുമെല്ലാം വന്നാൽ എന്യൂക്ലിയേഷൻ കണ്ണെടുത്ത് മാറ്റുകയാണ് പിന്നീട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മാലിക്കൽ മെല്ലോമ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കണ്ടീഷനാണ്. നമുക്ക് സംശയമുണ്ടെങ്കിൽ ഉടനെ ബയോപ്സിക്ക് അയക്കണം. മാലിക്കൽ മെല്ലോമ ട്രീറ്റ്മെൻറ്റ് എന്ന് റാഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. കാലിൻ്റെ വിരലിൽ വല്ലതും മാലിക്കൽ മെല്ലോ വന്നാൽ ആംബ്യൂട്ടേറ്റ് ചെയ്യണം. വിരലല്ല, കാല് മൊത്തത്തിൽ ആംബ്യൂട്ടേറ്റ് ചെയ്യണം. പിന്നീട് അതിൻ്റെ മോർട്ടാലിറ്റി ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ പോലും 75% ആളിന് 5 കൊല്ലം, 70% ആളിനെ 5 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജിലുള്ള 25% ആൾക്കാരെ 5 കൊല്ലം ജീവിച്ചിരിക്കും. തേർഡ് സ്റ്റേജ് ആണെങ്കിൽ 1 കൊല്ലത്തിനകമുള്ള ആയുസ്. ഇത്ര സീരിയസ് ആയിട്ട് കണ്ടീഷനാണ്. അപ്പോൾ ക്രോണിക്കായിട്ട് കറുത്ത കളറിലെ മോൾ ഉണ്ടാവുകയും നിങ്ങളുടെ ശരീരത്തിലെ മോളൊക്കെ പെട്ടെന്ന് വലുതാവുകയും ചൊറിച്ചിലുണ്ടായിരിക്കുകയും അതിൽ നിന്ന് ബ്ലീഡിങ് വരികയൊക്കെ ചെയ്ത് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് മെലനോമ അല്ല എന്ന് ഉറപ്പ്. താങ്ക് യു വെരി മച്ച്.